ഹലോ, നമുക്ക് പട്ടുപാവാടയുടെ ബ്ലൗസിൽ ഒന്ന് ഫാബ്രിക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് പെയിൻറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ പിക്ചറൊക്കെ വരച്ച് സ്റ്റെമ്മ് മാത്രമാണ് കേട്ടോ വരച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്, താഴെ പെയിൻ്റ് ആവാതിരിക്കാനാണ്. ബ്രഷ് ഉപയോഗിച്ചിട്ടുള്ളത് പോയിൻ്റ് ബ്രഷാണ് കേട്ടോ, 0. അതായിരിക്കും സ്റ്റെമ്മ് വരയ്ക്കാൻ നമുക്ക് എളുപ്പം. എന്നിട്ട് ഗ്രീൻ പെയിൻ്റ് എടുത്തിട്ട് സ്റ്റെമ്മുകൾ വരച്ചെടുക്കാം. നമുക്ക് ഒന്നില്ലെങ്കിൽ ട്രേസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ കഴിയുന്നവർക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാം കേട്ടോ. എളുപ്പത്തിലുള്ളൊരു പിക്ചറാണ് ഇത്. ഇനി അടുത്തതായിട്ട് ഇതിന് ലീഫ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഞാനത് ഫ്രീ ഹാൻഡായിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. ഞാൻ പിക്ചറിൽ ആദ്യം വരച്ചെടുത്തിട്ടില്ല. ഇതുപോലെ നിറയെ ലീഫ് നമ്മൾ വരച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ലീഫും സ്റ്റെമ്മൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിനി ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലവർ നമ്മളൊരു ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്ലവർ വരച്ചെടുക്കാം. ഞാനൊരു 3 ഇതളുള്ളൊരു ഫ്ലവറാണ് വരച്ചെടുക്കുന്നത്. റെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം ഔട്ട്ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ഫാബ്രിക് പെയിൻറ്റ് പഠിക്കണമെന്നൊന്നുമില്ല കേട്ടോ. അതല്ലാത്തവർക്കൊക്കെ ഇത് വാങ്ങിയിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബ്ലൗസിൽ, സാരിയിൽ നമുക്കിത് ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഈ സെറ്റ് സാരി ഇതിൽ പെയിൻറ്റിങ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ പോകരുത്. എന്തെങ്കിലും ഒരു ഇമോജിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിടണേ. ഫാബ്രിക് പെയിൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടൊരു 24 hours കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് മറച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ചൂടിൽ ഇത് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പം പെയിൻറ്റ് ഇളകി പോരൂല കേട്ടോ.